കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം വായിച്ച് കരഞ്ഞു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇത്രയധികം ഹൃദയത്തെ ദ്രവീകരിക്കുന്ന, ഇത്രയധികം മനസ്സിനെ ആർദ്രമാക്കുന്ന, ഇത്രയധികം ദുഃഖം നമ്മിൽ പടർത്തുന്ന, അതേസമയം തന്നെ വലിയ പ്രത്യാശ ഉണർത്തുന്ന ഇതുപോലൊരു ഗ്രന്ഥം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. വാസ്തവം പറഞ്ഞാൽ ആ പുസ്തകത്തിലൂടെ ഞാൻ എന്നെ തന്നെ കാണുകയാണ് ചെയ്തത്. ആ കമ്പിളികണ്ടത്തിൽ നിന്ന് ഏതാനും മൈൽ അകലെയാണ് ഞാനും ജീവിച്ചിരുന്നത്. ഈ പറയുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന ദുഃഖങ്ങളൊക്കെ ഞാനും ഏറ്റുവാങ്ങിയിരുന്നതാണ്. പക്ഷെ അത് പുസ്തകരൂപത്തിലോ വാചക രൂപത്തിലാക്കാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ടായില്ല എന്ന് മാത്രം. ഒരുപക്ഷെ ഞാൻ എഴുതുകയായിരുന്നെങ്കിലും ഇതുപോലൊക്കെ തന്നെ വരുമായിരുന്നിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇപ്പം ഞങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കോളേജാണ് നരിയമ്പാറ കോളേജ്, നരിയമ്പാറ ദേവസ്വം ബോർഡ് കോളേജ്. 68 തുടങ്ങി 78 അവസാനിച്ചു. അത് വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് അവസാനിച്ച ഒരു കോളേജ്, ഏക കോളേജാണതെന്നാണ് ഞാനൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് ആ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഞങ്ങൾ ആദ്യത്തെ ബാച്ചായിരുന്നു. അന്ന് ആദ്യത്തെ ചെയർമാനും ഞാനായിരുന്നു, ആദ്യത്തെ സമരത്തിൻ്റെ നായകരിലൊരാൾ. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 50-51 വർഷങ്ങൾക്ക് ശേഷം ഏതാനും വർഷം മുമ്പ് കട്ടപ്പനയിൽ മുൻ MLA EM അഗസ്തിയുടെ വസതിയിൽ ഒത്തുചേരുകയുണ്ടായി നമ്മുടെ പഴയ സഹപാഠികളൊക്കെ. അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് മാത്രമേ ദാരിദ്ര്യം ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് ഞങ്ങളുടെ കുടുംബം മാത്രമേ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. അവിടെ സംസാരിച്ച് എല്ലാവരും പറഞ്ഞത് ആ കാലത്തെ ദാരിദ്ര്യത്തെ പറ്റിയാണ് അവരെല്ലാവരും പറഞ്ഞത്. അതിശയം തോന്നിപ്പോയി. അപ്പോൾ ഒരാൾ പോലും അന്ന് സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലോ ഒന്നും ആയിരുന്നതിനെ പറ്റിയല്ല പറയുന്നത്, എല്ലാവരും അന്നത്തെ ദാരിദ്ര്യത്തെ പറ്റി. അവർ പറഞ്ഞ ഒരു കാര്യം, അന്നത്തെ ദാരിദ്ര്യാവസ്ഥയാണ് അന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസം. ഇപ്പം നെരിയമ്പാറ കോളേജ് വന്നുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ആ പ്രീ ഡിഗ്രിക്കെങ്കിലും പഠിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നാട്ടിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ ഹൈറേഞ്ചിന് ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് പോയി പഠിക്കണമെങ്കിൽ അതിനൊക്കെ സാമ്പത്തികം വേണം, അതിനൊക്കെ മാർക്ക് വേണം. നമ്മളൊക്കെ സാധാരണ സ്കൂളുകളിൽ വളരെ ദൂരത്തു നിന്നൊക്കെ നടന്നു വന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നവരാണ്. അപ്പോൾ നമുക്ക് ഈ സൗകര്യങ്ങളിലൊക്കെ വളരുന്ന പിള്ളേരുമായിട്ട് മത്സരിക്കാനുള്ള ഒരു ത്രാണിയുമില്ലായിരുന്നു. വാസ്തവം പറഞ്ഞാൽ അതിശയിച്ചു പോയി. എല്ലാവരുടെയും അനുഭവം ഒന്ന് തന്നെയായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പം ഈ ഇടുക്കി ജില്ലയിലും ഒക്കെ ഉള്ളവരെ കുടിയേറ്റക്കാരാണെന്നും അവർ കയ്യേറ്റക്കാർ കേരളത്തെ നശിപ്പിക്കാനും ഈ രാജ്യം വെട്ടിപ്പിടിക്കാനും ഒക്കെ പോയവരാണെന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള അമർഷത്തോടെയാണ് ഞാനത് അവർ അങ്ങനെ പറയുന്നവരോട് ഞാൻ പ്രതികരിക്കാറുള്ളത്. വാസ്തവം പറഞ്ഞാൽ അത് കേൾക്കുമ്പം, കാരണം ആ ദുഃഖവും ദുരിതവും അനുഭവിച്ച ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ എത്രമാത്രം ദാരിദ്ര്യത്തിലാണ് ആളുകൾ കഴിഞ്ഞിരുന്നതെന്നും. ഇപ്പോൾ പോലും കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട ജില്ലകളാണ് ഇടുക്കിയും വയനാടും. പാവപ്പെട്ട ആളുകൾ മാത്രം ജീവിക്കുന്നത്. കാരണം ചെറിയ അല്പസ്വല്പ സ്ഥലം കാണും, അതിൽ വർഷത്തിലൊരിക്കലായിരിക്കും ഇത്തിരി കുരുമുളകോ അല്ലെങ്കിൽ ഇത്തിരി ഏലമോ ഒക്കെ കിട്ടുക. ബാക്കി സമയങ്ങളിലൊന്നും ഒരു വരുമാനവുമില്ല, ജീവിക്കാൻ മറ്റ് മാർഗങ്ങളുമില്ല. അങ്ങനെയുള്ള മനുഷ്യരാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവരാണ് കയ്യേറ്റക്കാരും കുടിയേറ്റക്കാരും കേരളത്തെ ദ്രോഹിക്കാൻ വേണ്ടി ഈ മലയോരം വെട്ടിപ്പിടിക്കാൻ പോയിരുന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പം സങ്കടകരമാണ് കേരളത്തിലെ അറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ജീവിതമാണ് ഇദ്ദേഹം ഈ കൽഭരണികളിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ആ കമ്പിളികണ്ടം ഞാൻ താമസിച്ചിരുന്ന വലിയ തോവാളയായിട്ട് ഏതാനും മൈലിൻ്റെ അകലമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെയായിരുന്നു, ദുരിതവും ദുഃഖങ്ങളും മാത്രം നിറഞ്ഞതായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് ചിത്രീകരിക്കാൻ കഴിഞ്ഞു. അത് ലോകത്തിൽ ഒരാൾക്കും ആ പുസ്തകം അനുകരിക്കാനോ അതുപോലൊരു പുസ്തകം എഴുതാനോ കഴിയില്ല അദ്ദേഹത്തിനല്ലാതെ. അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ വേറൊരാൾക്കും അത് ആ രീതിയിൽ എഴുതാനാവില്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാകും. എഡിറ്റ് ചെയ്യണമല്ലോ, പുസ്തകങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതിലാണ് ഏറ്റവും നല്ല ഏറ്റവും മികവാർന്ന മികവ് നേടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ രത്നം വജ്രം കിട്ടിയാൽ എന്താ ചെയ്യുന്നത്, അത് ഏതെങ്കിലും അതിൻ്റെ വിദഗ്ധനായ ഒരു വ്യക്തി അത് ചെത്തി മിനുക്കി അത് ഭംഗിയാക്കുമ്പോഴാണ് അത് രത്നമായി മാറുന്നത്. അല്ലെങ്കിൽ അതൊരു കല്ല് മാത്രമായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ആരെങ്കിലും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം, അങ്ങനെ വേണം. അങ്ങനെ ചെയ്തിരിക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണത്. അപ്പോൾ എന്നിട്ടും നമുക്ക് കിട്ടിയ ഈ മഹത്തായ ഒരു ഗ്രന്ഥത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഞാൻ ആദരിക്കുന്ന മറുനാടൻ ഷാജൻ പറഞ്ഞത് എനിക്ക് വളരെ ഒരു വിഷമം തോന്നിപ്പോയി. വാസ്തവം പറഞ്ഞാൽ ഈ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക. അപ്പോൾ ആളുകളുടെ ശ്രദ്ധ കൂടുതൽ ആളുകൾ കാണുക, അപ്പോൾ അതുമൂലം ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയായി മാറിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ പത്രപ്രവർത്തനം, അല്ലെങ്കിൽ ഈ യൂട്യൂബ് പത്രപ്രവർത്തനം എന്ന് തോന്നുന്നു. എന്നെപ്പോലുള്ള പഴയ പത്രക്കാരങ്ങനെ പൈസയ്ക്ക് വേണ്ടി വാർത്ത എഴുതാനോ വാർത്ത ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടുമില്ല. വാസ്തവം പറഞ്ഞാൽ ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ പെട്ടെന്ന് കണ്ടാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിഞ്ഞിട്ട് മാത്രമേ നമ്മളതിനെപ്പറ്റി എന്തെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്യുള്ളൂ. ഈ അഷ്ടമൂർത്തി എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഷ്ടമൂർത്തിയെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ടു, ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ടു, അങ്ങനെ പലരുടെ പ്രതികരണം കേട്ടു. അതിനുശേഷമൊക്കെയാണ് നമ്മളതൊരു വാർത്തയാക്കുക. നേരെ മറിച്ച് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടൻ
പിന്നെ വാർത്തയാക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജനശ്രദ്ധ കിട്ടും, പെട്ടെന്ന് കാശ് കിട്ടും. ഇപ്പം നമുക്കറിയാം, ഒരു യൂട്യൂബർ വന്ന് ഇവിടെ ഒരു അമേരിക്കൻ മലയാളിയുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് 3-4 ദിവസമായിട്ട് താമസം. പിന്നെ ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്, അവർ ബാക്ക് പാക്കർ അരുണിമ എന്നാ, അവർ 2-3 പിന്നെ അധികം താമസിയാതെ അവിടെ വീട്ടിൽ നിന്ന് പോകണമെന്ന് അവർ പിന്നെ പറയുന്നു. അപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രിയിൽ ഇറങ്ങിയിട്ട് ഉടൻ വീഡിയോ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർ ഏതൊരു അവസരവും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയിരിക്കുന്നത്. കാരണം അത് ആളുകൾ കാണണം, ആളുകൾ കാണുകയും കാശ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മോട്ടീവിലാണ് ഇവരുടെയൊക്കെ പ്രവർത്തനം. അപ്പോൾ പത്രപ്രവർത്തനമല്ല നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ ഖേദകരമാണ്. എന്നെപ്പോലുള്ള ഈ പഴയ പത്രക്കാർക്ക് അതൊരു മനപ്രയാസമുണ്ടാക്കുന്നു. കാരണം നമ്മളാരും പിന്നെ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പോലും ജീവിക്കാനുള്ള ഓഫ് കോഴ്സ് ജോലിയാണ്. ആ ജോലിയേക്കാളുപരി അതൊരു ദൗത്യമായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കിയിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പഴയകാല പത്രക്കാർക്കൊക്കെ അവരുടെയൊക്കെ ഒരു പരാജയവും അതായിരുന്നിരിക്കാം. നമ്മൾ പിന്നെ അവസരങ്ങളെ മുതലെടുക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളത്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്ന ഈ ബാബു ഇബ്രാഹിമിന്, ഇതിൻ്റെ എഴുത്തുകാരൻ ബാബു ഇബ്രാഹിമിനെതിരെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പിന്നെ ഒരു വർഷം മുമ്പ് പിന്നെ ഏതാനും വർഷം മുമ്പ് ബെൽജിയത്തിൽ ഒരു കേസിൽപ്പെട്ടു, ആളുകളെ കടത്തുന്ന കേസിൽപ്പെട്ടു. അതിൽ 1 വർഷം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, ജയിലിലൊന്നും പോയിട്ടില്ല എന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റോറായിരുന്നു. അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത്, ഈ ബാബു ഇബ്രാഹിം പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റോറായി പ്രവർത്തിച്ചിരുന്ന ആളാണ് നമ്മളെ ധാരാളം പേർക്ക് അറിയാവുന്ന നമ്മുടെ ന്യൂജേഴ്സിയിലെ സോമൻ തോമസ്. പിന്നെ UN ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ജയിലിലൊന്നും പോയിട്ടില്ല, ആ ചെറുപ്പകാലം മുതലേ അദ്ദേഹത്തെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ദുരിതങ്ങളും പിന്നെ പ്രശ്നങ്ങളുമൊക്കെ അറിയാവുന്ന ആളാണ്. ഇങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. അദ്ദേഹത്തിന് എഴുതിയ കാര്യങ്ങൾ, ഇതിൽ കൂടുതലുള്ള കാര്യങ്ങൾ പിന്നെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ വന്നതിനേക്കാൾ പിന്നെ ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടെ പിന്നെ എല്ലാം കൂടി എഴുതാവുന്നതായിരിക്കണമെന്നില്ല. അപ്പോൾ ഇതിൽ കൂടുതലാണ് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ അതാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം. അത് മറ്റൊരാൾക്കും അനുകരിക്കാനോ എഴുതാനോ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിനെ നമ്മൾ അപഹസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ജയിലിൽ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യട്ടെ, അദ്ദേഹം കൊലപാതകം ചെയ്യുകയോ ചെയ്യാതിരിക്കട്ടെ, ഹൂ കെയേഴ്സ്? അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെയാണ് ഇവിടെ വിലയിരുത്തേണ്ടത്, അദ്ദേഹത്തെ അല്ല. അദ്ദേഹം ആരായിരുന്നാലും നമുക്കെന്താണ്? ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ എത്ര കേസുണ്ടായി? ഒരു കേസിൽ 454 മില്യനാണ് അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത്. പിന്നെ ഈ ന്യൂയോർക്കിൽ കോടതി, പിന്നീട് അത് അപ്പീൽ കോടതിയിൽ അത് പിന്നെ റദ്ദാക്കി കളഞ്ഞു. ഇപ്പോഴും ഒരു കേസ് നിൽപ്പുണ്ട്, ജീൻ ഹാക്ക്മാൻ എന്ന് പറഞ്ഞൊരു പിന്നെ എഴുത്തുകാരിയോ മറ്റൊരു പിന്നെ അവർ കൊടുത്ത കേസ്, അവരെ പിന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് അതിൽ $5 മില്യൺ ശിക്ഷ വിധിച്ചു. അതിനുശേഷം പിന്നെ ട്രംപ് അവർക്കെതിരെ ആക്ഷേപകരമായിട്ടൊക്കെ പറഞ്ഞ് അതിനെതിരെ 80 മില്യണോ മറ്റോ പിന്നെ വീണ്ടും പിന്നെ മാനനഷ്ട കേസിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ അത് സെക്സ്വൽ അസോൾട്ട് എന്നാണ് അതിൻ്റെ ചാർജ് പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ഈ സെക്സ്വൽ അസോൾട്ട് ന്യൂയോർക്കിൽ, നേരെ മറിച്ച് മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിൽ അത് പിന്നെ റേപ്പ് എന്നായി മാറിപ്പോകുമായിരുന്നു. ന്യൂയോർക്കിലെ നിയമം അനുസരിച്ച് അത് സെക്സ്വൽ അസോൾട്ട് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അതിനെതിരെയും ട്രംപ് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് പ്രസിഡന്റ് ട്രംപിനെ പറ്റി അദ്ദേഹത്തിൻ്റെ യോഗ്യതകളെ പറ്റിയോ ഒന്നും നമുക്ക് ഒരഭിപ്രായ വ്യത്യാസവും തോന്നുന്നില്ല. അദ്ദേഹം പല കേസുകളിൽ പിന്നെ പെട്ടിട്ടുണ്ടാകാം, പിന്നെ ശരിയായും തെറ്റായും വ്യക്തിപരമായ കാര്യങ്ങൾ. അപ്പോൾ ആ വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലല്ലോ പൊതുരംഗത്ത് എടുക്കേണ്ടത്. പിന്നെ നിങ്ങളിങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞല്ല നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ ആരും ആയിക്കോട്ടെ, അതിന് നമുക്കെന്താണ്? പിന്നെ കൊലയാളികളും ഒക്കെ എഴുത്തുകാരായിട്ടില്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അവരെഴുതുന്ന പുസ്തകം അതാണ് നമ്മൾ പിന്നെ വായിക്കുന്നത്, നമ്മൾ പിന്നെ ആദരിക്കുന്നു. വാൽമീകി ആരായിരുന്നു? കൊള്ളക്കാരനായിരുന്നു. പിന്നെ രാമായണം എഴുതുന്നതിന് മുമ്പ്. അപ്പോൾ നീ കൊള്ളക്കാരൻ എഴുതിയത് ആ പുസ്തകത്തിന് വിലയില്ലാന്ന് ആരെങ്കിലും ഇന്ന് പറയുമോ? അപ്പോൾ അതുകൊണ്ട് ഈ കമ്പിളികണ്ഠത്തിലെ കൽഭരണികൾ എല്ലാവരും വായിക്കണം. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഹൃദയാവർജകമായ പുസ്തകമാണത്, ഏറ്റവും മനോഹരമായ പുസ്തകം. അത് നമ്മുടെയെല്ലാം ജീവിതത്തെ സ്വാധീനിക്കുന്ന പുസ്തകം. അതിൽ ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം, ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം പറയുന്നു. ആ ചെറിയ കാര്യങ്ങൾ ഓരോ സ്ഥലത്തും പോയതും, അല്ലെങ്കിൽ ഇറച്ചിക്കറി കഴിക്കാൻ വേണ്ടി പിന്നെ ബന്ധുവീട്ടിൽ പോയതും, ഇതൊക്കെ പറയുന്നത് ഇത് വേറെ ആർക്ക് അനുകരിക്കാനാവും? വേറെ ആർക്ക് പറയാൻ പറ്റും? അപ്പോൾ ആ എഴുത്തുകാരന് മാത്രം കഴിയുന്ന കാര്യമാണ്. നമ്മൾ ആ എഴുത്ത് നോക്കിയാൽ മതി. എഴുത്തുകാരൻ്റെ സൗന്ദര്യമോ സൗന്ദര്യക്കേടോ നോക്കണ്ട. ഇന്നത്തെ കാലത്ത് ഈ സാഹിത്യകാരികൾ അവരുടെ അവരുടെ മുഖചിത്രം ഈ പുസ്തകത്തിൻ്റെ കവറായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള സ്ത്രീകൾ.
അവരുടെ സൗന്ദര്യം കണ്ട്, അപ്പോൾ എഴുത്തുകാരൻ്റെ അല്ല എഴുത്തുകാരിയുടെ സൗന്ദര്യം കണ്ടിട്ട് ആളുകൾ വായിക്കണം ആ പുസ്തകം. അത് വേണ്ട, നമുക്ക് ആ എഴുത്തിൻ്റെ സൗന്ദര്യമാണ് വേണ്ടത്. എഴുത്തുകാരൻ്റെ സൗന്ദര്യമോ സൗന്ദര്യമില്ലായ്മയോ ക്യാരക്ടറില്ലായ്മയോ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അത് വായനക്കാരൻ്റെ പ്രശ്നമല്ല. വായനക്കാരൻ പുസ്തകമാണ് വായിക്കുന്നത്. അപ്പോൾ ഈ KR മീരയുടെ ആരാച്ചാർ പിന്നെ വയലാർ അവാർഡ് നേടിയപ്പോഴത്തേക്ക് അവർക്കെതിരെയും വലിയ വിമർശനം വന്നു. അത് മോഷണമാണെന്ന് ചിലർ പറഞ്ഞു. അത് പിന്നെ ജേർണലിസത്തിൻ്റെ മറ്റൊരു ഭാഗമാണെന്ന് ഒരു ലോങ് ജേർണലിസമാണെന്ന് ചിലർ പറഞ്ഞു. ലോങ് ജേർണലിസമാണെന്ന് പറയുന്നത് അതൊരു വിമർശനമാണ്, ആർക്കും പറയുന്നത് തെറ്റില്ല. മോഷണമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മോഷ്ടിക്കാൻ പറ്റും? ഇപ്പോൾ ഈ ബെന്യാമിൻ്റെ ആടുജീവിതം വന്നു, അത് മോഷണമാണെന്ന് പറയുന്നു. എങ്ങനെ മോഷ്ടിക്കാൻ പറ്റും ഒരു പുസ്തകം? ഇപ്പോൾ ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ ഒരാൾ അയാളുടെ ജീവിതകഥ പറയുന്നതാണ്, അത് ബെന്യാമിനത് നോവലാക്കി. നേരെ മറിച്ച് അയാൾ എന്നോട് പറയുകയാണെങ്കിലോ ഞാൻ ചിലപ്പോൾ അതൊരു ഒരു ലേഖനമാക്കിയിട്ട് ഈ മലയാളി പ്രസിദ്ധീകരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തു എന്നിരിക്കാം. ഒരുപക്ഷെ ഒന്നും ചെയ്തില്ല എന്നും ഇരിക്കാം, കാരണം അത് മുഴുവൻ വിശ്വസിക്കണമെന്നില്ല. അപ്പം അതുപോലെ തന്നെ റോഡ് ടു മെക്ക എന്ന പുസ്തകത്തിൽ നിന്ന് കുറേ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ എടുത്തുകൊണ്ടൊന്നും ഒരാൾക്ക് ഒരു നോവലോ ഒരു പുസ്തകമോ എഴുതാനാവില്ല. അതിൽ നിന്നൊക്കെ ആവേശം കൊള്ളാം. അതിൽ നിന്ന് അറിയാതെ തന്നെ ചില ഭാഗങ്ങളൊക്കെ പുസ്തകങ്ങളിലൊക്കെ കൂടിയിട്ടുണ്ടാവാം. എന്നല്ലാതെ ഒരു നോവലും ഒരിക്കലും മോഷ്ടിക്കാനായിട്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന മഹാന്മാരോടൊക്കെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളൊരു ആർട്ടിക്കിൾ ഒന്ന് എഴുതിക്കുക, ഒരു ലേഖനം ഒന്ന് എഴുതിക്കുക. ഒരു ലേഖനം ഒരു 2-3 പേജുള്ള എത്ര പേർക്ക് എഴുതാൻ കഴിയും? ഒരു കത്തെഴുതി നോക്കി ഒരു 5 വാചകം അല്ലെങ്കിൽ ഒരു 10 വാചകം എഴുതി കഴിയുമ്പോൾ പിന്നെ എഴുതാനൊന്നുമില്ല. അപ്പോൾ എഴുതണമെങ്കിൽ തലയ്ക്കകത്ത് പോലതും വേണം. ആ എഴുത്തുകാരെയൊക്കെ കൊച്ചായിട്ട് കാണുന്നുണ്ടെങ്കിലും അത് നിസ്സാരമായൊരു കാര്യമല്ല, ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ കുറ്റപ്പെടുത്തുന്നത് ഈ മോഷണമാണെന്ന് പറയുന്നത്. അങ്ങനെ മോഷ്ടിക്കാനാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. ആടുജീവിതമോ അല്ലെങ്കിൽ ഈ ആരാച്ചാരോ ഒന്നും മോഷണമല്ല. പിന്നെ ഇപ്പോൾ ആരാച്ചാരം അതൊരു ജേർണലിസത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. ഓക്കെ, ജേർണലിസം ആ ശൈലിയിലാണ്. ജേർണലിസവും പിന്നെ PR വർക്കും അതൊക്കെയാണല്ലോ ഇന്നിപ്പം സാഹിത്യകാരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം. അങ്ങനെ PR വർക്കൊന്നും ഇല്ലാത്ത സാഹിത്യകാരന്മാരൊക്കെ അവരെ ജനശ്രദ്ധയിൽപ്പെടുന്നില്ല. PR വർക്കൊക്കെ അവരിങ്ങനെ പൊക്കി ആരെങ്കിലും പൊക്കിക്കൊണ്ടിരുന്നാൽ അവർ പൊങ്ങിപ്പോവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ എത്ര പൊങ്ങിയാലും അത് പണ്ട് CL ജോസ് നാടകകൃത്ത് CL ജോസ് ഇവിടെ വന്നപ്പം ഫൊക്കാന സമ്മേളനത്തിനാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്ന് പറഞ്ഞതാണ്, അന്ന് സ്പുട്നിക്കിലെ മറ്റോ റഷ്യയുടെ ഉപഗ്രഹം അതിൽ ഒരു നായയെ മുകളിലേക്ക് വിട്ടു. അപ്പോൾ ആരോ ഇദ്ദേഹത്തോട് പറഞ്ഞതാണ്, ആരെങ്കിലും പൊക്കിവിടാനുണ്ടെങ്കിൽ ഏത് നായയാണെങ്കിലും പൊങ്ങിപ്പോവും, ആരും പൊക്കിവിടാനില്ലെങ്കിൽ പൊങ്ങിപ്പോവുകയുമില്ല. അപ്പം എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അതാണ്, ആരെങ്കിലും പൊക്കിവിട്ടാൽ, അപ്പോൾ പൊക്കിവിട്ടിട്ട് കിട്ടുന്ന പിന്നെ അംഗീകാര പട്ടമല്ല ഒരു സാഹിത്യകാരൻ്റേത്. അങ്ങനെ ആയിരിക്കുകയും വരുത്. അതുകൊണ്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കണം. നമുക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സംഭാവനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ആവേശപൂർവ്വം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച മറ്റൊരു പുസ്തകമില്ല, ആടുജീവിതം ഇതുപോലെ ആവേശപൂർവ്വം വായിച്ചതാണ്. അത് പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കുകയും ചെയ്തതാണ് ആവേശപൂർവ്വം. മറ്റൊരു പുസ്തകവും പിന്നെ വായിച്ചത് മീശയാണ്. അതിനെപ്പറ്റി കുറച്ച് ഹിന്ദു വർഗീയവാദികൾ അതിൻ്റെ അകത്തെ 2 സെൻറ്റൻസിനെ പറ്റി ആക്ഷേപം പറഞ്ഞുവെങ്കിലും അതിൻ്റെ പേരിൽ ആ മാതൃഭൂമിക്കെതിരെ അവർ കലാപം ഉയർത്തിയെങ്കിലും അത്ര നിന്ദ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്നുള്ളത് സങ്കടം തോന്നുന്നു. ആ 2 വാചകം അതിൻ്റെ പേരിൽ, ഒരു വാചകം ഈ ഹിന്ദു സ്ത്രീകൾ ഉടുത്തൊരുങ്ങി അമ്പലത്തിൽ പോകുന്നത് പൂജാരിയെ കാണിക്കാനാണ്. അവിടുത്തെ പൂജാരി ഞാൻ ലൈംഗിക ബന്ധത്തിന് തയ്യാറാണെന്ന് പൂജാരിയെ അറിയിക്കാനാണ് എന്നൊരു സെൻറ്റൻസ്. പിന്നെ ഒരു സെൻറ്റൻസ്, ഈ പാമ്പിനെയും സ്ത്രീയെയും കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം അടിച്ചോണം, പിന്നെ അതിനെ കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെ ഈ 2 വാചകമാണ് അതിൽ ഞാൻ മോശമായിട്ട് കണ്ടത്. എന്തായാലും ആ പുസ്തകം ഇതിൻ്റെ പേരിൽ വൻതോതിൽ വിറ്റഴിയുകയും ചെയ്ത് ഹരീഷ് നല്ല എഴുത്തുകാരനായി മാറുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ നിന്ദ്യമായ ചിന്താഗതികൾ എഴുത്തുകാരനെ വെറുതെ വിടുക, എഴുത്ത് മാത്രം നോക്കുക. എന്തായാലും അങ്ങനെ ഒരു കാലം വരട്ടെ.